എന്തൊക്കെയായിരുന്നില്ലേ മലപ്പുറം കത്തി പാലക്കാടൻ തോക്ക് അവസാനം പവനായി ശവമായി. അല്ല സോറി മാറിപ്പോയി, ക്രൈം ബ്രാഞ്ച് ശവമായി. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളതായിരിക്കും അല്ലേ. എന്തൊക്കെ പുകിലായിരുന്നു അല്ലേ. 60 വയസ്സായ സ്ത്രീ, 18 വയസ്സായ സ്ത്രീ ബാംഗ്ലൂർ പോകുന്നു, പീഡിപ്പിക്കുന്നു, ഹൈദരാബാദ് പോകുന്നു, വീണ്ടും പീഡിപ്പിക്കുന്നു, ഗർഭചിത്രം നടത്തുന്നു, ആദ്യം ടാബ്ലറ്റ് കൊടുക്കുന്നു, റിയാക്ഷൻ വരുന്നു, അത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു, കഴിക്കുന്നില്ല എന്ന് പറയുന്നു, അവസാനം വന്നപ്പോൾ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ എത്തുന്നു, അവിടുന്ന് ഗർഭചിത്രം നടത്തുന്നു. എല്ലാം കഴിഞ്ഞപ്പം ഗർഭം എന്ന് പറഞ്ഞ സംഭവമേ ഇല്ലാണ്ട് ഗർഭത്തിന്റെ സ്ഥാനത്ത് ഈ കോഴി കിടന്നിടത്ത് പൂട പോലും ഇല്ല എന്ന് പറഞ്ഞല്ലേ, ഗർഭത്തിന്റെ സ്ഥാനത്ത് ഒരു പോലും ഇല്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലോട്ടാണ് രാഹുലിന്റെ കേസ് ഇപ്പം എത്തിയിട്ടുള്ളത്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്താ പറയുക, പരാതി ഉന്നയിച്ച്, അതായത് പരാതിപ്പെട്ടതല്ല, ഈ ടി വിയിലും അവിടെ ഇവിടെയൊക്കെ വന്ന് മുഖം കാണിച്ച് ഫെയിം അടിച്ച് കുറച്ച് പരാതി പറഞ്ഞ യുവതികൾക്കൊന്നും ഇപ്പോൾ പരാതിയില്ല, ഞങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുന്നില്ല, പരിപാടിക്കേ ഇല്ല എന്ന് തീരുമാനമായി. ഈ തീരുമാനമാവാനുള്ളൊരു കാരണമുണ്ട്. എന്താണെന്ന് പറയുക, ഇപ്പം ഇവരിങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സീരിയൽ നടിക്ക് നല്ല കുറേ ഓണം പ്രോഗ്രാമും കുറെ മീൻ പിടിക്കുന്ന പരിപാടികളും കുറെ പായസം കുടിക്കുന്ന പരിപാടികളും കുറെ കലം പൊട്ടിക്കുന്ന പരിപാടിയൊക്കെ കിട്ടി, കുറച്ചൊക്കെ ആൾക്കാർ കണ്ട് ഫെയിം ആയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ആരും പരിപാടിക്കൊന്നും വിളിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതോടുകൂടി വെടിയും പുകയൊക്കെ ചീറ്റി തീറ്റി എല്ലാം തീർന്നു. അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. പിന്നാലെ പോയി കഴിഞ്ഞാൽ ഈ ഫോണൊക്കെ ക്രൈംബ്രാഞ്ച് വാങ്ങിക്കും, അതിലെ മൊത്തം ചാറ്റുകൾ നോക്കും. അപ്പം ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കില്ല, വേറെ വല്ലവരൊക്കെ പീഡിപ്പിച്ചതിൻ്റെ കഥയൊക്കെ ചിലപ്പം ഈ ചാറ്റിൽ കൂടെ ഒക്കെ പുറത്തു വന്നാൽ മൊത്തം നാറ്റ കേസാവും. അതുകൊണ്ട് ആ പരിപാടിക്ക് അയാൾ പോയില്ല. പിന്നെ രണ്ടാമത് ഉണ്ടായിരുന്നത് നമ്മുടെ യുവ എഴുത്തുകാരിയായിരുന്നു. എഴുത്തുകാരി മറ്റേ പ്രവാസി ആയതുകൊണ്ട് അന്ന് ഇവിടെ ഒരു ബോംബിട്ട് അങ്ങ് പ്രവാസ ലോകത്തോട്ട് പോയതാണ്. പിന്നെ ആരും കണ്ടിട്ടില്ല. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മുടെ എന്താ പറയുക കമ്മിക്കുട്ടന്മാരെ കൂടെ ഒക്കെ കുറച്ച് ഫോട്ടോസ് കണ്ടെന്നല്ലാണ്ട് അതിൽ വലിയ കാമ്പും കുന്നായ്മയൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ വന്നതായിരുന്നു നമ്മുടെ ട്രാൻസ്ജെൻഡർ വുമൺ അവന്തിക വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ആവേശ കമ്മിറ്റിക്കാർ ഒരുപാടുണ്ടായിരുന്നു അവന്തികന്റെ പിന്നാലെ. നമ്മുടെ പാലക്കാട് മെയിൻ കുണ്ടനായിരുന്നു അവന്തികയുടെ മെയിൻ ആവേശ കമ്മിറ്റീൻ്റെ ആള്. ഏതാണെങ്കിലും ആ പറഞ്ഞ കുണ്ടനും പിന്നെ അങ്ങോട്ട് ഈ ആവേശ കമ്മിറ്റിയിൽ നിന്ന് അങ്ങ് മാറിയപ്പോഴേ ഈ അവന്തികക്ക് മൊത്തം കയ്യിൽ നിന്ന് പോയി. പറഞ്ഞതൊക്കെ തിരിച്ചും മറിച്ചും പറഞ്ഞ് അവസാനം ഈ പറഞ്ഞ അവന്തികക്കും പരാതിയില്ല. കാരണം ആവേശ കമ്മിറ്റിയിലുള്ള കുണ്ടന്മാർ മൊത്തം പെട്ടു എന്ന് മനസ്സിലായത്. അവരെ കൂടത്തുള്ള ഒരു വലിയ കോഴി സ്വന്തം അനിയത്തിനെ കയറി പിടിച്ച കഥ വരെ പുറത്തപ്പം കുണ്ടനും കൂട്ടരും അവിടുന്ന് പത്തി മടക്കി ഞങ്ങളില്ലേ എന്നും പറഞ്ഞ് അവരും പോയി. അപ്പം പരാതിയായിട്ട് മുന്നോട്ട് വന്ന എല്ലാ ടീമും പോയി. പിന്നെ പരാതിയായിട്ട് മുമ്പോട്ട് വന്ന് ഈ നമ്മൾ വോയിസ് ക്ലിപ്പുകളാണ് കേട്ടിരുന്നത്. വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. എന്തായിരുന്നു? അതായത് ഹോട്ടലുകളിലൊക്കെ പീഡിപ്പിക്കുന്നു വിടുന്നു, വീണ്ടും ഗർഭചിത്രം നടത്തുന്നു വിടുന്നു. ഇത് തന്നെ ഒരു പരിപാടിയായിരുന്നു. അവസാനം ഗർഭചിത്രം നടത്തി ഗുളിക കുടിച്ചതാണ് പറഞ്ഞത് അല്ലേ. ആ ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് റിയാക്ഷൻസ് വരും, എനിക്കത് അലർജിയാണെന്ന് പറഞ്ഞ് അവസാനം ക്രൈംബ്രാഞ്ച് ഗുളിക തിരഞ്ഞ് ക്രൈംബ്രാഞ്ച് എത്തിയത് അങ്ങ് ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ. അപ്പൊ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ട് ഗുളിക കൊടുത്തോന്നാണ് ഇപ്പൊ ഡൗട്ടായത് അല്ലെ. ഗുളിക കൊടുത്ത സ്ത്രീക്ക് എന്തിനാണ് പിന്നെ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ ഗർഭചിത്രം നടത്താൻ പോയതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഇതെല്ലാം കൂടെ കണ്ട് ക്രൈംബ്രാഞ്ചിന് തലയിൽ ഭ്രാന്ത് പിടിച്ചിട്ടേ അവസാനം അവരിങ്ങനെ എന്നെ ഞങ്ങളെ ഈ പരിപാടി ഒന്ന് വിട്ടുതരണേ എന്ന് പറഞ്ഞു. കാരണം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുണ്ട്, നമ്മുടെ കമ്മി സർക്കാർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്തു. കൂട്ടത്തിൽ സപ്പോർട്ടിന് നിന്നിരുന്ന നമ്മുടെ നാട്ടിലെ സംഘി വാണങ്ങളും കുണ്ടന്മാരും ഒന്നും ഇപ്പം ആരുമില്ല. ഇപ്പം പറഞ്ഞ കൂട്ടരാരും മുമ്പോട്ട് വരുന്നില്ല. പിന്നെ കുറച്ച് പരാതികൾ കിട്ടിയെന്ന് പറഞ്ഞു. അതായത് മൂന്നാം കക്ഷി കൊടുക്കുന്ന പരാതി പീഡിപ്പിച്ചവൻ്റെ ജന്തുക്കളോ ആരുമില്ല. കുറച്ച് മൂന്നാം കക്ഷികളിലെ വില കുറേ ജന്തുക്കൾ വന്നിട്ട് കുറെ കമ്മിക്കുട്ടന്മാരും കുറെ സംഘിക്കുട്ടന്മാരും വന്ന് കുറച്ച് പരാതി കൊടുത്ത് ഇവന്മാരെ പിടിച്ച് ചോദിച്ചപ്പം അവന്മാർക്ക് ഈ പറഞ്ഞ ചില പ്രത്യേക ചാനലുകളിൽ വന്ന സംഭവങ്ങൾ കേട്ടിട്ടാണ് ഇവന്മാര് പരാതിയായിട്ട് വന്നത്. അതും മൂഞ്ചി. എന്നാലും ഇപ്പോഴും ഈ പറഞ്ഞ സംഭവം വിടാതെ പിടിച്ച ഒരു ടീമുണ്ട്. അതൊന്ന് കേൾപ്പിച്ചു എനിക്ക്. ഇപ്പൊ കുറച്ച് മുമ്പ് വന്ന ഒരു ന്യൂസാണ് കേട്ടോ. അതായത് ഓൾറെഡി ക്രൈംബ്രാഞ്ചിന് ഈ പരാതിക്കാരികൾ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല, അതൊക്കെ വെറുതെ ഒരു വെടിക്കും പുകക്കൂട്ടതായിരുന്നു, ഇതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് വല്ല എന്താ പറയുക ഫയറോ മുത്തുച്ചിപ്പിയോ വായിച്ചാൽ പോരായിരുന്നു അത് ക്രൈംബ്രാഞ്ച് അവരോട് ചോദിച്ചു കാണും. അതുപോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ചൊറി മാറാത്ത ഒരു ചൊറിക്കടി ടീമുണ്ട്. അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തയാണ് ഇപ്പൊ ഇവരുടെ വാർത്തക്ക് ഒരു പ്രത്യേകത കേട്ടോ. ഇവരുടെ വാർത്ത കേൾക്കാനിരിക്കുന്ന ആളുകൾ ഇപ്പം എങ്ങനെയാണെന്നറിയോ, ഈ ഇങ്ങനത്തെ ബുക്കുകൾ ഉണ്ടല്ലോ, ഇങ്ങനെ എന്താ പറയുക A+ ബുക്കുകൾ വാങ്ങിക്കുന്ന ഈ മുത്തുച്ചിപ്പി ഫയർ അങ്ങനെ കുറെ കിന്നാരത്തുമ്പി ബുക്കുകളൊക്കെ ഉണ്ട്. ഈ ബുക്കുകൾ വായിക്കുന്ന ആൾക്കാർ ഇപ്പം ആ ബുക്കുകളൊക്കെ ഒഴിവാക്കി ഇവരുടെ ചാനൽ കണ്ടു തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ഈ ചാനൽ കണ്ടു കഴിഞ്ഞാൽ അതിനേക്കാൾ ഒരു കമ്പിക്കഥ കേട്ട് ഒരു സുഖം കിട്ടുന്ന പറഞ്ഞു കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതേപോലത്തെ ന്യൂസുകൾ വന്നുകൊണ്ടേ ഇരിക്കും ചാനലിൽ. അതെല്ലാം കേട്ടോക്ക്. മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ
രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തി ക്രൈംബ്രാഞ്ച്. രാഹുൽ അശ്ലീല സന്ദേശം അയച്ചെന്ന് വെളിപ്പെടുത്തിയ നടിയാണ് മൊഴി നൽകിയിരിക്കുന്നത്. രാഹുൽ അയച്ച സന്ദേശങ്ങളുടെ പകർപ്പ് കൈമാറിയിട്ടുണ്ട്. ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. എങ്ങനെയുണ്ട്? നിങ്ങൾ കേട്ടപ്പോൾ വിചാരിച്ചു അമ്പൻ മൊഴിയൊക്കെ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും കൊടുത്തു, നമ്മുടെ സീരിയൽ നടി കംപ്ലീറ്റ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ തീരുന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്? ആനി ന്യൂസിന്റെ ബാക്കിയുടെ കേക്ക് നമ്മുടെ റോഷിക്കൂട്ടൻ ഉണ്ടല്ലോ, ഓനാണ് ഏറ്റവും വലിയ കഥയെഴുത്തുകാരൻ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. നല്ല കമ്പിക്കഥ എഴുതിയാൽ പാറ്റിയായിട്ടാണ്. ഇതിൽ ആ കുട്ടം പറഞ്ഞ കുറച്ച് കാര്യങ്ങളൂടെ കേട്ടു. റോഷിപാൽ, ഇപ്പോൾ ഈ യുവനടിയുടെ വെളിപ്പെടുത്തലിലാണ് രാഹുലിനെതിരായ ആരോപണങ്ങൾ ഒന്നിനു പിറകായി വേറെയും ആരോപണങ്ങൾ വന്നത്. ഇപ്പോൾ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ലൈംഗിക അതിക്രമ കേസിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം ഈ നടിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ പരാതിക്കാരായ 11 പേരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും മൊഴി ഇതുവരെ രേഖപ്പെടുത്തുന്നത് പൂർത്തിയായില്ല. ആദ്യഘട്ടത്തിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘം പ്രാധാന്യം നൽകിയത്. അങ്ങനെ തെളിവുകൾ ശേഖരിക്കുന്ന ഒരു ഭാഗത്ത് നടക്കുന്നു. അതിനൊപ്പം തന്നെ ഇരകളായ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമവുമുണ്ട്. അങ്ങനെയാണ് യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഈ പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല സന്ദേശം അയച്ചു എന്നായിരുന്നു വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെയാണ് മറ്റ് ഇരകളായ പെൺകുട്ടികൾ അവരുടെ സന്ദേശങ്ങളും അവരുടെ വെളിപ്പെടുത്തലുകളും ഒക്കെ പുറത്തു വന്നത്. ഏതായാലും ഗൗരവത്തോടെ തന്നെയാണ് മൊഴി രേഖപ്പെടുത്തുകയും അത് സംബന്ധിച്ച തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തത്. ഏതായാലും നേരത്തെ തന്നെ ആ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ തന്നെ ആ യുവനടി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ താൻ സന്നദ്ധയല്ല എന്ന് പറഞ്ഞിരുന്നു. സമാനമായ നിലപാടിൽ തന്നെയാണ് നടി ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും മൊഴിയുടെ വിശദാംശങ്ങൾ ലഭ്യമായില്ല. എങ്ങനെയുണ്ട്? അതായത് മൊഴി രേഖപ്പെടുത്താൻ ചെന്നവരുണ്ട്, എനിക്ക് പരാതിയൊന്നുമില്ല, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് സമാനമായിട്ടുള്ള അതേ മൊഴിയിൽ തന്നെ ഞാൻ പിടിച്ചു നിൽക്കുന്നത്, എനിക്ക് പരാതിയും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങളോടൊന്നും പറയാനില്ല, പരാതി ഇല്ലാണ്ട് പറഞ്ഞാൽ ഇതാണ് മൊഴി. ഇതിന് തുടക്കത്തിൽ നമ്മുടെ ഈ ചാനൽ എന്താ പറഞ്ഞത്? ചാറ്റുകളെല്ലാം പുറത്തു, അശ്ലീല ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്, ഇത് വന്നിട്ടുണ്ട്, ഹോട്ടലിലോട്ട് വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ്. ഇതാണ് നല്ലൊരു മുത്തുച്ചിപ്പി ചാനലാണ് ഇപ്പോൾ അത്. ആൾക്കാർക്ക് കമ്പിക്കഥ കേൾക്കാൻ വേണ്ടി മാത്രം ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ചാനലായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഏതായാലും കൊള്ളാം, കുഴപ്പമില്ല. ഇങ്ങോട്ട് തീരുന്നില്ല. നമ്മൾ കേട്ടല്ലോ തുടക്കം ഇപ്പോൾ എത്തിയ സ്ഥലങ്ങളിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതൊരു ടെസ്റ്റുകൾ ഇനിയുണ്ട്. കേക്ക് ആദ്യഘട്ടത്തിൽ മൊഴി രേഖപ്പെടുത്തി ഒരുപക്ഷെ 164 കൂടി എടുക്കേണ്ടി വരും. അതിനുശേഷമാകും മറ്റു നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. റോഷിപാൽ, പരാതിയില്ല എന്നുള്ള മൊഴിയാണ് എങ്കിൽ ക്രൈംബ്രാഞ്ചിന് യുവനടിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാകുമോ സാങ്കേതികമായി? നേരത്തെ തന്നെ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ യുവനടി പറഞ്ഞിരുന്നു താൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖം വലിച്ചു കീറുക എന്ന ലക്ഷ്യം മാത്രമാണ്. സമൂഹത്തിൽ ഇനി മറ്റൊരു പെൺകുട്ടിക്കും സമാനമായ അനുഭവം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്ന് മാത്രം. പരാതി തനിക്കില്ല, പരാതിയുമായി താൻ മുന്നോട്ട് പോകില്ല എന്ന് അന്ന് തന്നെ ഈ യുവനടി പറഞ്ഞതാണ്. തൊട്ടുപിറ്റേന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അസമാനമായ നിലപാട് ആവർത്തിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ യുവനടി പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് അന്വേഷണ സംഘം പ്രതീക്ഷിച്ചില്ല. പക്ഷേ വെളിപ്പെടുത്തൽ നടത്തിയ ഒരു സാഹചര്യത്തിലാണ് ആ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഇനി സ്വാഭാവികമായും രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തും. അതിനുശേഷമാകും മറ്റു നടപടികളിലേക്ക് കടക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ മൊഴികളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ തുടക്കത്തിൽ ഒരു ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കമ്പിക്കഥ പടച്ചു വിടാലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ തുടക്കത്തിൽ തന്നെ കമ്പിക്കഥ പടച്ചു വിട്ടത് ആരാ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഈ പറഞ്ഞ കമ്പിക്കഥകളെല്ലാം കമ്പി വോയിസ് നോട്ട് എന്നും പറഞ്ഞ് പുറത്തോട്ട് വന്നതെല്ലാം ഈ കമ്പി ചാനലിൽ കൂടെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ അത് വിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അറ്റ്ലീസ്റ്റ് ഈ കമ്പി ചാനലിനോട് പറയാനുള്ളത്, കൂട്ടത്തിൽ ഒരു കോഴി ഉണ്ടെന്ന് പറയപ്പെടുന്നു. എത്ര കോഴികൾ നിങ്ങളുടെ ചാനലിൻ്റെ അകത്തുണ്ടെന്ന് നമുക്കറിയില്ല. ആ കോഴികൾ എത്ര പെടക്കോഴികളെ കൊത്തിയെന്നും അറിയില്ല. ഈ കൊത്ത് കിട്ടിയ 1-2 കോഴികൾ പുറത്തോട്ട് വന്നിരുന്നു. അതിൻ്റെ കേസൊക്കെ വല്ലതും ആയോ? അതായത് മൊഴി പുറത്ത് വന്നതേ, പച്ചക്ക് പേര് പറഞ്ഞ മൊഴി വന്നേ പെടക്കോഴികളും പൂവൻ കോഴികളും ഒക്കെ ഉള്ള ഒരു പ്രത്യേക സംഘമാണ് നിങ്ങളുടേതെന്ന് അറിയാം. അപ്പം ആദ്യം സ്വന്തം സംഘത്തിലെ മൊത്തം കോഴികളെ, അല്ലെങ്കിൽ നല്ല പെടക്കോഴികളെ അല്ലെങ്കിൽ നല്ല പൂവൻ കോഴികളെ, ഏതൊക്കെ പെടക്കോഴികളെ കൊത്തിയാണ് അതിൻ്റെ ഗർഭചിത്രം നടത്തിയതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് പുറത്തെടുത്ത് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാൻ പറ്റും. കാരണം മൊഴി കൊടുത്തവന്മാരും മൊഴി കൊത്തിയവന്മാരും, അതായത് കൊത്ത് കിട്ടിയവളും അല്ലെ കൊത്ത് കിട്ടിയവന്മാരും ഒക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആകുമ്പോഴേ, ഇനി അതല്ല നിങ്ങളുടെ ചാനൽ മൊത്തം മൊഴി എടുത്തു കഴിഞ്ഞാൽ മൊത്തം കൊത്ത് കിട്ടിയവരും പാവപ്പെട്ട പെടക്കോഴികളും മൊത്തം കൊത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന പൂവൻ കോഴികളാണെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ചാനൽ പൂട്ടേണ്ടി വരും. അപ്പം നമ്മൾ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇങ്ങനെ തുടക്കത്തിൽ നല്ല കമ്പനി ന്യൂസ് എന്നും പറഞ്ഞ് വരും, അവസാനം എത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. വെറുതെ നമ്മുടെ റൊച്ചപ്പാലനും
മറ്റുള്ള കുറച്ച് ടീമും കൂടെ ഉണ്ടാക്കുന്ന ഒരുതരം പ്രത്യേക കമ്പിക്കഥകൾ മാത്രമാണ് ഇതിൽ വരുന്നത്. ഇതോടുകൂടി തന്നെ രാഹുലിനെതിരെ പ്രത്യേകിച്ചൊരു കേസും ഒരു മണ്ണാങ്കട്ടി ഇല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. ഇനി ഇതിന്റെ പിന്നാലെ നടന്നിരുന്ന നമ്മുടെ രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളം ഭരിക്കുന്ന നമ്മുടെ കമ്മികളും കേരളത്തിലെ കമ്മികൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന നമ്മുടെ CJPയുടെ കൊണ്ടൻ ടീമും ഒന്നും ഇപ്പം ഇല്ല. പാലക്കാട്ടെ കൊണ്ടൻ ടീം വന്നിട്ടില്ല. പാലക്കാട് ചിരിച്ചുകൊണ്ട് നമ്മുടെ മുന്നോട്ട് ചാടി വന്ന പൂവൻകോഴി, സ്വന്തം പെങ്ങളെ കൊത്തിയ പൂവൻകോഴി അതുപോലെ തന്നെ തിരിച്ച് വാലും മടക്കി ഉള്ളോട്ട് കയറി പോയിട്ടുണ്ട്. ഇവരാർക്കും ഇപ്പോൾ ഒരു പരാതിയും ഇല്ല, ഒന്നുമില്ല. തുടക്കം മുതലേ രാഹുലിന്റെ കാര്യത്തിൽ, അതായത് ചാറ്റ് ചെയ്തോ അറിയില്ല, ചാറ്റ് ഒന്നോ രണ്ടോ ഒക്കെ ചെയ്ത് കാണും. അതിന്റെ പിന്നാലെ ഈ പറഞ്ഞ കമ്പിക്കഥയും കൊണ്ടുവന്നിട്ടുള്ള ചാനലുകളും മറ്റു കമ്പിക്കഥകളും പറഞ്ഞു വന്നിട്ടുള്ള കുണ്ടന്മാരും ഗുണ്ടികളും എല്ലാം ഇപ്പം പത്തി മടക്കി പോയിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ 15-ാം തീയതി രാഹുൽ തിരിച്ച് നിയമസഭയിൽ വരികയും വേണം. ഈ പറഞ്ഞ എന്താ പറയുക, അതിനെതിരെ രാഹുൽ വരുമ്പം വാ തുറന്ന ഏതെങ്കിലും പീഡക വീരന്മാർ നമ്മുടെ നിയമസഭയിൽ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കമ്മികളെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ പീഡക വീരന്മാരുണ്ട്. പച്ചക്ക് പീഡിപ്പിച്ചതിന്റെ കണക്കും കഥകളും തെളിവും എല്ലാം പുറത്തു വന്ന നല്ല ഒന്നാം തരം പീഡകന്മാര് കൊണേശ്വരും മുകേശ്വരും ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഇവന്മാരുടെ ഒക്കെ മുമ്പ് കൂടെ നെഞ്ച് നിവർത്തി നടക്കുക തന്നെയാണ് രാഹുൽ ചെയ്യേണ്ടത്. അപ്പം ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ചെറ്റകളെ മൊത്തത്തിലിട്ട് വാരാനുള്ളത് എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ. ക്ലിപ്പുകളായിട്ടും വോയിസുകളായിട്ടും പച്ചക്ക് മുഖം കാണിച്ച വോയിസുകളും സൗണ്ട് വന്ന ക്ലിപ്പുകളും പിന്നെ ജഡ്ഡിപ്പുറത്ത് കയറി കിടക്കുന്നതും ഒക്കെ ഈ നമ്മുടെ എന്താ പറയുക കഴിഞ്ഞ ഒരു 5-10 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇട്ടെടുത്ത് അലക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. രാഹുൽ പൂർണ്ണ എന്താ പറയുക പണ്ട് എങ്ങനെയാണോ അതിനേക്കാൾ കൂടുതൽ ജനപിന്തുണയോടെയാണ് ഇനി മുന്നോട്ട് കയറി വരിക എന്നുള്ളത് കാര്യം 100% ഉറപ്പാണ്.